പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ നമ്മുടെ പോക്കറ്റ് കീറും. നിത്യോപയോഗ സാധനങ്ങൾ, പാക്കറ്റിലാക്കിയ ഭക്ഷണം മുതൽ പെയിന്റും ടൈൽസും സിന്തറ്റിക് വസ്ത്രങ്ങളും വിമാന ടിക്കറ്റും വരെ വിവിധ മേഖലകൾ വിലയേറ്റത്തിന്റെ ആഘാതത്തിലേക്ക്. വാഹനങ്ങൾക്കും വില കൂടും. യുദ്ധം 14 ദിവസം പിന്നിട്ടപ്പോൾ മിക്ക മേഖലകളും പ്രതിസന്ധിയിൽ. ഓഹരി വിപണി കൂടുതൽ തകർച്ചയിൽ. നിഫ്റ്റി 23,100-ൽ, സെൻസെക്സ് ഇടിഞ്ഞത് 1,500 പോയിന്റിലേറെ. നിക്ഷേപകർക്ക് ഒറ്റ ദിവസത്തെ നഷ്ടം 10 ലക്ഷം കോടിയിലേറെ രൂപ. ഓഹരി വിപണി ഉണർവ് വീണ്ടെടുക്കാൻ സമയമെടുക്കുമെന്ന് വിദഗ്ധർ. പുതിയ താഴ്ചയിൽ രൂപ. ഡോളറിന് 92 രൂപ 75 പൈസ. സ്വർണം ഇടിവിൽ. ഗ്രാമിന് 14,730 രൂപ. ക്രൂഡ് ബാരലിന് $102. പാചകവാതക പ്രതിസന്ധി രൂക്ഷം. നാട്ടിൻപുറങ്ങളിൽ ഗ്യാസ് ബുക്കിംഗിന് 1.5 മാസത്തെ ഇടവേള വേണമെന്ന് വ്യവസ്ഥ. കരിഞ്ചന്തയിൽ സിലിണ്ടർ വിൽപ്പന. കൂടുതൽ ഹോട്ടലുകൾ പൂട്ടുന്നു. കോവിഡ് കാലം നേരിട്ടതുപോലെ പുതിയ സാഹചര്യവും ഇന്ത്യ മറികടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകവ്യാപകമായി എണ്ണ വാതക പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിൽ ഇന്ത്യക്ക് പുറമെ കൂടുതൽ രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്ന് 1 മാസത്തേക്ക് എണ്ണ വാങ്ങാൻ അനുമതി. ഉപരോധത്തിന് താൽക്കാലിക ഇടവേള. ഇറാൻ യുദ്ധത്തിന്റെ ഗുണഭോക്താവായി റഷ്യ. ക്രൂഡ് വിൽപ്പനയിൽ നേട്ടം. ഇതിനിടെ ഉപരോധ വ്യവസ്ഥകൾ നീക്കാൻ അമേരിക്കയ്ക്ക് റഷ്യയുടെ സമ്മർദ്ദം. ഇന്ത്യ, ജപ്പാൻ, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് ചിലയിനം റബ്ബർ ഉൽപ്പന്നങ്ങൾ അമിതമായി ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ 5 വർഷത്തേക്ക് 30% വരെ ആന്റി ഡംപിംഗ് തീരുവ ചുമത്തി ചൈന. ഹാലോജനേറ്റഡ് ബ്യൂട്ടൈൽ റബ്ബറും മറ്റും വില താഴ്ത്തിയാണ് വിൽക്കുന്നതെന്ന് നിരീക്ഷണം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.